ജീവൻ്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 28-ാം വാക്യം. ക്രിസ്തുവിൽ എത്രയും അനുഗ്രഹിക്കപ്പെട്ടവരെ, പത്രോസിൻ്റെ പ്രസംഗത്തിൽ നിന്നും വെളിപ്പെടുത്തപ്പെട്ട തിരുവചനമാണ് ഇത്. ജീവൻ്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. 2 കാര്യങ്ങളാണ് തിരുവചനം ഓർമ്മപ്പെടുത്തുക. 1, ജീവൻ്റെ വഴി കണ്ടെത്തണം. 2, കർത്താവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷഭരിതനാകണം. സന്തോഷത്തോടെയുള്ളൊരു ജീവിതം ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. ദൈവമക്കൾ ദുഃഖിച്ച് വേദനിച്ച് കണ്ണുനീരില്ലായിരിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് തിരുവചനത്തിൽ അവിടുന്ന് പറയുക, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സന്തോഷിക്കണമെന്നത് ദൈവം ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനും പറയുക, നിങ്ങൾ സന്തോഷത്തോടു കൂടി ആയിരിക്കുവിൻ. എപ്പോഴും സന്തോഷത്തോടു കൂടി ആയിരിക്കണമെങ്കിൽ ജീവൻ്റെ വഴി ഞാൻ കണ്ടെത്തിയിരിക്കണം. ജീവൻ്റെ വഴി കണ്ടെത്തിയതിൻ്റെ സന്തോഷം എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കണം. അതെപ്രകാരം സാധിക്കും. ജീവൻ്റെ വഴി വെളിപ്പെടുത്തി തരേണ്ടത് ക്രിസ്തുവാണ്. ദൈവമാണ് ജീവൻ്റെ വഴി വെളിപ്പെടുത്തി തരേണ്ടതെന്ന തിരിച്ചറിവ് നമ്മെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ്. അവനോട് ഒപ്പമുള്ള ഒരു യാത്രയാണ് ജീവിതം. അവനെ മാറ്റി നിർത്തുമ്പോൾ അത് ദുഃഖത്തിൻ്റെതായി മാറുന്നു. അവനോടൊപ്പം സന്തോഷത്തോടുകൂടി ഒരു ജീവിതം നയിക്കാൻ, സന്തോഷത്തോടൊപ്പം അവനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. എങ്കിലേ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നുള്ളൂ, ആ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുള്ളൂ. ദുഃഖത്തിലും സന്തോഷിക്കുന്ന അപ്പോസ്തലന്മാരും പ്രശ്നങ്ങളുടെ നടുവിലും ദൈവത്തിൽ ആനന്ദിക്കുന്ന പ്രവാചകന്മാരും നമുക്ക് മാതൃകയാണ്. എങ്കിൽ ഈ തിരുവചനം നമുക്കും ഒരു ശക്തിയാകട്ടെ. നമുക്കും ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം, കർത്താവേ, അവിടുന്ന് എനിക്ക് ജീവൻ്റെ വഴി കാണിച്ചു തരണമേ. അവിടുത്തെ സാന്നിധ്യത്തിൽ ഞാൻ സന്തോഷത്താൽ നിറയുവാൻ, ഇന്നത്തെ ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടൊപ്പം അങ്ങയോട് യാത്ര ചെയ്യുവാൻ വേണ്ട കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ.